നമ്മളെന്നും കാണുന്ന പുഴയ്ക്കടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് വെച്ച് തപ്പി നോക്കിയാലോ. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ സ്പോട്ടിലാണ്. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തോട്ട് നമ്മുടെ മൈൻഡ് കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഹെവി ആയിട്ട് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മൈൻഡ് അത്യാവശ്യം ലോങ് പോകുന്നുണ്ട്. നമ്മൾ ഈ റോപ്പ് 15 മീറ്ററാണ്. ആ 15 മീറ്റർ നമ്മൾ വെള്ളത്തിൽ വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പതിയെയാണ് നമ്മൾ തിരിച്ചു വലിക്കുന്നത്. കാരണം എന്തെങ്കിലും വെറൈറ്റി ഐറ്റങ്ങൾ നമ്മുടെ മൈൻഡിൽ ഹുക്കായാലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നിൽക്കാൻ ഇച്ചിരി പാടാണ്. നമ്മുടെ മൈൻഡ് തിരിച്ചു വലിക്കാനും ഇച്ചിരി പാടാണ്. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടി ഒരു വെറൈറ്റി ഐറ്റം. ഇത് വെറൈറ്റി ഐറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഐറ്റം കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഒട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ ഇച്ചിരി പാടാണ്. നമുക്ക് ഈ കിട്ടിയതൊരു ബ്ലേഡാണ്. കണ്ടിട്ട് പഴക്കമുണ്ട്. നിറയെ തുരുമ്പുകളും കാര്യങ്ങളും ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റങ്ങളൊന്നും ആരും വെള്ളത്തിൽ ഉപേക്ഷിക്കല്ലേ. നമ്മളൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിൽ തന്നെ തൊണ്ടാൽ നമുക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ ഇതൊന്നേ ആരെങ്കിലും ഉപേക്ഷിച്ചായിരിക്കാം, ഇല്ലേ ആരുടെയും കയ്യിൽ നിന്ന് വെള്ളത്തിൽ നഷ്ടപ്പെട്ടായിരിക്കാം. ഏതെങ്കിലും മഴയത്ത് എവിടുന്നേലും ഒഴുകി വന്നാണെന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് സൈഡ് മാറി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഒരുപാട് തവണ കാസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഓരോ ചെറിയ ഐറ്റങ്ങൾ കിട്ടുന്നത്. ഇന്ന് തന്നെ ഏകദേശം ഒരു 10-15 തവണയെങ്കിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം വന്നിട്ട് 1 മണിക്കൂർ മിച്ചമായി ഈ സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യുന്നു. എത്ര തവണ കാസ്റ്റ് ചെയ്താലെന്ന് അറിയോ ഇതുപോലത്തെ ചെറിയ ഐറ്റങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊക്കെ ഇതുപോലത്തെ വീഡിയോ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓരോ വിദേശികളൊക്കെ മാറ്റ് ഫിഷിങ് ചെയ്യുന്ന സമയത്ത് ഓരോരോ വെറൈറ്റി ഐറ്റങ്ങൾ വലിയ ഐറ്റങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് മാത്രം എന്താ ഇതുപോലത്തെ കുഞ്ഞു ഐറ്റങ്ങൾ കിട്ടുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്തെങ്കിലും ഹെവി ഐറ്റം എവിടുന്നേലും എന്നേലും നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പിന്നെയും ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മൾ ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ചെറിയ ഐറ്റം കിട്ടുന്നത്. ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല വഴക്കമുള്ള മെറ്റലിൻ്റെ പീസാണെന്ന് തോന്നുന്നു. എന്താ ഐറ്റം എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റം ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. എന്താണെങ്കിലും കൊള്ളാം. നമ്മൾ കാസ്റ്റ് ചെയ്തത് വെറുതെ ആയില്ല. അപ്പോൾ നമുക്ക് പിന്നെയും സൈഡ് മാറ്റി ഒന്ന് പിടിച്ച് നോക്കാം. എപ്പോഴും എങ്ങനെയാണ് ഒരേ സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യുന്നത്. സൈഡ് മാറി കിട്ടിയാലേ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലും നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നമ്മുടെ നാട്ടിൽ ആളുകൾ വീഡിയോ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ല. വളരെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരു പുതുമയാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഐറ്റങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. ഞാനിതെല്ലാം വാങ്ങിയത് ഓൺലൈനാണ്. നമ്മുടെ നാട്ടിലെ കടകളിൽ ഇതൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനേ ഉള്ളൂ ഒരു രക്ഷ. അപ്പോൾ ഇതുപോലത്തെ ഐറ്റങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ചാനലിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കല്ലേ. അതുപോലെ പല തോടുകളിലും പല കുളങ്ങളിലും പലതവണ കാസ്റ്റ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതെല്ലാം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോയെന്നായിരിക്കും. അപ്പോൾ ഈ കാസ്റ്റിങ്ങിൽ എന്താണെങ്കിലും ഒന്നും കിട്ടിയില്ല. തീരം കിട്ടുന്ന പോലെ മാറ്റപ്പൊടികൾ. ഈ സ്പോട്ടിൽ മാറ്റപ്പൊടികൾ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.